അർജുനെ അവസാനമായി നാട്ടിലെത്തിച്ചപ്പോൾ ഒരു നോക്കു കാണാൻ ഓടിയെത്തിയ ജനാവലിയാണ് ആ നാടിന് അർജുൻ ആരായിരുന്നു എന്നതിനുള്ള ഉത്തരം. നിറ കണ്ണുകളോടെ അർജുനെ കാണാനെത്തിയ ഓരോരുത്തർക്കും പങ്കുവയ്ക്കാനുണ്ടായിരുന്നതും അർജുനെക്കുറിച്ചുള്ള നല്ല ഓർമ്മകളായിരുന്നു. ഞങ്ങൾക്ക് ഇത്രയും വിഷമമുണ്ടെങ്കിൽ അർജുൻ്റെ വീട്ടുകാർ എത്രമാത്രം വിഷമിക്കുന്നുണ്ടാകുമെന്ന ആദി പങ്കുവെച്ചവരുമുണ്ട്. ജോലിക്ക് പോകാത്ത സമയങ്ങളിൽ കണ്ണാടിക്കൽ യുവജന ആർട്സ് ക്ലബിൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നത്രേ അർജുൻ. സൗഹൃദങ്ങൾ എന്നും കാത്തു സൂക്ഷിച്ചവൻ. പ്രളയത്തിലും കോവിഡ് ഭീതി പടർത്തിയ നാളുകളിലും നാട്ടിലെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായ അർജുനെയാണ് ചിലർ ഓർത്തത്. നാട്ടിൽ എല്ലാ വർഷവും 2 മാസത്തോളം കുടിവെള്ള പ്രശ്നം നേരിടുമ്പോൾ ലോറിയിൽ വെള്ളമെത്തിക്കാൻ അർജുൻ മുന്നിലുണ്ടാകുമായിരുന്നു. നാട്ടിലെ എന്തു പരിപാടിയിലും അർജുൻ ഒപ്പമുണ്ടായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. അർജുനെ കാണാതായതു മുതലുള്ള പ്രാർത്ഥനയോടെയുള്ള കാത്തിരിപ്പിന് ഇങ്ങനെ പര്യവസാനമുണ്ടായതിൽ അവർ ഏറെ ദുഃഖിതരാണ്. ശിരൂരിലെ ഗംഗാവലി പുഴയിലേക്ക് മണ്ണിടിഞ്ഞു വീണ ലോറിയോടൊപ്പം കാണാതായി 72-ാം ദിവസമാണ് പുഴയിൽ നിന്ന് അർജുൻ്റെ മൃതദേഹം കണ്ടെടുത്തത്. മൃതദേഹവുമായി ആംബുലൻസ് കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് കടന്നു വന്ന വഴികളിൽ അർജുനെ കാണാനായി ജനം കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. കേരള അതിർത്തിയായ തലപ്പാടി ചെക്ക് പോസ്റ്റിലും കാസർഗോഡും കണ്ണൂരിലും അർജുന് ജനം ആദരാഞ്ജലി അർപ്പിച്ചു. രാവിലെ ജില്ലാ അതിർത്തിയായ അഴിയൂരിൽ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധിയായ വനം മന്ത്രി AK ശശീന്ദ്രനാണ് മൃതദേഹം ഏറ്റുവാങ്ങിയത്. മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയും കാർവാർ MLA സതീഷ് സെയിലും മൃതദേഹത്തെ അനുഗമിച്ചു. പ്രതിനിധികൾ വീട്ടിലെത്തി സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. വൈകിട്ട് തൊട്ടടുത്ത വഴിയിൽ അനുശോചന യോഗവും നടക്കും.